ചാന്ദിനി, ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള മഴ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഷാർജയുടെ ആകാശമൊക്കെ തന്നെ തെളിഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. സൂര്യപ്രകാശമൊക്കെ തന്നെ വന്നിരിക്കുന്നു, ആകാശം തെളിഞ്ഞിരിക്കുന്നു, വെയിലാണ് നിലവിലുള്ളത്. പക്ഷേ റോഡിൽ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് അതാണ് നിലവിലുള്ള ഒരു ചെറിയ പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്. അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംവിധാനങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ സജ്ജരായി മുഴുകിയിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. ആളുകളൊക്കെ തന്നെയും വീടുകളിൽ സുരക്ഷിതരായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം അത് പല സ്ഥലങ്ങളിലും തുടരുന്ന നില തന്നെ തുടരുന്നുണ്ട്. കാരണം ഇന്ന് ചില സ്ഥലത്തെങ്കിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു നില ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ചില വാഹനങ്ങൾക്കൊക്കെ തന്നെയും കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതി ഉണ്ടായി. അത് മൂസനയിലാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അവിടെ ടാറിംഗ് ഇല്ലാതെ ഇരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. മണലായിരുന്നു കൂടുതലായും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ശക്തമായിട്ടുള്ള മഴയുടെ ഒക്കെ ഒരു സാഹചര്യത്തിൽ അവിടെ മണൽ ഇടിഞ്ഞു താഴുകയും അവിടെ വാഹനങ്ങൾ ആ കുഴിയിലേക്ക് വീണു പോകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് 3 വാഹനങ്ങൾക്കാണ് അത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ആ സംഭവം, ഉച്ചയോട് കൂടിയാണ് ആ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതികൂല സാഹചര്യം വന്ന ഘട്ടത്തിൽ ഷാർജയിൽ പൊതു പാർക്കിംഗ് സംവിധാനങ്ങൾക്കെല്ലാം തന്നെ ഫീസ് ഇളവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഷാർജയിൽ മാത്രമാണ് അത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ദുബായിൽ അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ദുബായിൽ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളുകൾ പൊതു പാർക്കിംഗ് സംവിധാനങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള താരിഫ് നൽകണം എന്നുള്ള നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെയും ഇന്ന് ഈ വീടുകളിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഓരോ തൊഴിൽ മേഖലയിലുള്ള ആളുകൾക്കും കൂടുതലായും തന്നെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ വീടുകളിൽ തന്നെയാണ് ഉള്ളത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച കൂടിയാണ് പള്ളികളിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ തങ്ങളുടെ വീടുകൾക്ക് അടുത്തുള്ള പള്ളികളിൽ കൂടുതൽ ആളുകൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആളുകളുടെ ഒരു കൂട്ടം പള്ളികളിലേക്ക് കൂടുതലായി തന്നെ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഒപ്പം ഈ പ്രധാനമായും ഭക്ഷണത്തിനായി ഈ ഡെലിവറി സംവിധാനങ്ങളെയൊക്കെ തന്നെ ആശ്രയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കൂടുതലായും അത്തരത്തിലുള്ള ഈ ഫുഡ് ഡെലിവറി സംവിധാനങ്ങൾ അവർ ഫുഡ് ഡെലിവറി നടത്തുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആ കാര്യം പ്രഖ്യാപിച്ചിരുന്നു. കാരണം ഈ ആളുകളുടെ സുരക്ഷ, അതായത് ജോലിക്കാരുടെ സുരക്ഷ തന്നെയാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം. ആ നിലയ്ക്ക് അത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, കാരണം ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയുണ്ട്. വഴികളിലൊക്കെ തന്നെയും പല സ്ഥലങ്ങളിലും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും യാത്ര ദുഷ്കരമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഈ ഫുഡ് ഡെലിവറി സംവിധാനം താൽക്കാലികമായി തന്നെ നിർത്തിവച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ദുബായിലെ റോഡുകളൊക്കെ തന്നെയും ഏതാണ്ട് പ്രധാനപ്പെട്ട വഴികളിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് RTA വ്യക്തമാക്കുന്നത്. അത് വെള്ളിയാഴ്ച, അതായത് ഇന്ന് അക്കാര്യത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. റോഡുകളൊന്നും തന്നെ മോശമായുള്ള അവസ്ഥയിലല്ല, വാഹന ഗതാഗതം നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ഉള്ള പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ തുടർന്നുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഒക്കെ തന്നെ നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം തന്നെ പൊതുഗതാഗത സംവിധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ വാഹനങ്ങൾ ഇന്നലത്തെ അന്തരീക്ഷത്തെക്കാൾ മാറ്റമുണ്ട് ഇന്നത്തെ അന്തരീക്ഷത്തിന്, അല്ലെ? ഇന്നലെ ഉണ്ടായ കാറ്റും മഴയും ഒക്കെ കുറഞ്ഞിട്ട് ഇന്നൊരു തെളിച്ചം വന്നിട്ടുണ്ട് ആകാശമൊക്കെ. എങ്കിൽ പോലും യുഎയുടെ ആകാശം മേഘാവൃതം തന്നെയാണ്. ഗതാഗതത്തെ നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? വാഹനങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ടോ ഇപ്പോഴും? കാരണം വർക്ക് ഫ്രം ഹോം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സുരക്ഷയും പറഞ്ഞ സാഹചര്യത്തിലും വാഹനങ്ങളുടെ പെരുപ്പം എങ്ങനെയാണ് റോഡുകളിൽ കാണാൻ കഴിയുന്നത്?
ചാന്ദിനി, നമ്മൾ ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടേണ്ട സമയമാണ്. പക്ഷെ അത്തരത്തിൽ ഒരു വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. കാരണം റോഡുകളുടെയൊക്കെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വാഹന ഗതാഗതം മികച്ച രീതിയിൽ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ്. കാരണം വെള്ളക്കെട്ട് തന്നെ ഒരു വലിയ തടസ്സമാകുന്ന സാഹചര്യമുണ്ട്. അതിനെ മറികടക്കുന്ന ശ്രമങ്ങളൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് നിലവിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു നിലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സികളൊന്നും തന്നെ ഇന്ന് കൂടുതലായി സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതലായും സർവീസുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദുബായിൽ നിന്നും ഷാർജയിലേക്കും അജ്മാനിലേക്കുമുള്ള ബസ്സുകൾ അവയുടെ സർവീസ് നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദുബായിൽ നിന്നും ഷാർജയിലേക്കും അജ്മാനിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഏതാണ്ട് നിർത്തിവച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ റോഡൊക്കെ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം, പ്രതികൂല കാലാവസ്ഥ ഒന്ന് മാറിയതിനു ശേഷമായിരിക്കും അത്തരത്തിൽ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് അത് കൂടുതലായി സജീവമാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ വേഗത്തിൽ തന്നെ ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഷാർജയിൽ അത്തരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം തന്നെയാണ് ഉള്ളത്. ഒപ്പം ഷാർജ പോലീസും ദുബായ് പോലീസും ഒക്കെ തന്നെയും ശക്തമായ രീതിയിലുള്ള ഇടപെടൽ, അവർ വിശ്രമവേളകൾ ഇല്ലാതെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദുബായിലെ മെയിൻ റോഡുകളൊക്കെ തന്നെയും ആ നിലയ്ക്ക് അവരുടെ ഈ ശ്രമഫലമായി തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. എന്തായാലും യുഎഇയിൽ ഈ ഒരു അസ്ഥിരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ? വിമാന സർവീസുകൾ രാവിലെ തന്നെ, അതായത് ഇന്നലെ ഈ പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വിമാന സർവീസുകളെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദുബായ് വിമാനത്താവളം അത്തരത്തിൽ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ കൃത്യമായും വളരെ വേഗം തന്നെ, അതായത് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണം. ഒപ്പം തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട അവരുടെ അപ്ഡേഷൻസ് പ്രത്യേകമായി നിരീക്ഷിക്കുകയും ചെയ്യണം. കാരണം പല വിമാനങ്ങളും ഇത്തരത്തിൽ റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ താമസിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുന്നതിന് കൃത്യമായും വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിലയ്ക്കുള്ള മുന്നറിയിപ്പാണ് ദുബായ് വിമാനത്താവളം നൽകിയിരുന്നത്. നിരവധിയായിട്ടുള്ള വിമാനങ്ങൾ ഇത്തരത്തിൽ റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ സമയം വൈകുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. എന്തായാലും വളരെ വേഗം തന്നെ ഇതൊരു സാധാരണ നിലയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദുബായ് പോലീസിന്റെയൊക്കെ ഒരു ശ്രമം അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവർ റോഡുകളിൽ ഇത്തരത്തിൽ ഈ ഒരു വഴികളെല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ 24 മണിക്കൂറും ഇടതടവില്ലാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പല റോഡുകളും അടച്ചിടുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വളരെ വേഗം തന്നെ അതൊക്കെയും പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ശക്തമായിട്ടുള്ള ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ റാസൽ ഖൈമയിലും സമാനമായ രീതിയിൽ ഒരു മണ്ണിടിച്ചിൽ സംഭവം ഉണ്ടായിരുന്നു. ഏതാണ്ട് 300ഓളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിവരമായി ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. എന്തായാലും അവിടെയും ഈ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതിനും, അതായത് കുടുങ്ങിക്കിടന്ന ആളുകളൊക്കെ വളരെ വേഗം തന്നെ റിക്കവർ എടുക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എമിറേറ്റ്സ് പെട്രോളിയം സ്റ്റേഷൻ പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഷമിൽ സ്റ്റേഷനാണ് അവരുടെ പൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അറിയിപ്പ് അവർ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഡ്യൂ ടു ഇത്തരത്തിൽ ഈ ഒരു മോശം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത്തരത്തിലൊരു ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഉമൽ ഖൈനിലാണ് ഈ ഒരു സ്റ്റേഷൻ നിർത്തിയിരിക്കുന്നത്. അവരുടെ സർവീസ് താൽക്കാലികമായി തന്നെ നിർത്തിയിരിക്കുന്നത് ഡിസംബർ 19-ന്, അതായത് ഇന്ന് അത് നിർത്തിയിരിക്കുന്നു. ഡിസംബർ 21 വരെയുള്ള. ഒപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇതിനെ ഈ പ്രതികൂല കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നടത്താനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്, അത് നിർത്തിവെച്ചിരിക്കുകയാണ്. 21-ാം തീയതിയും നടത്താനിരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ
മാറ്റിവെച്ചിരിക്കുന്നു. അത് 22-ാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ വഴിയെ അറിയിക്കാം എന്നുള്ളതാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ നമുക്കറിയാം വിന്റർ സീസൺ ആണ്, അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയങ്ങളിൽ പല ആഘോഷങ്ങളും പ്രത്യേകമായിട്ടുള്ള സാഹചര്യം കണക്കിലെടുത്ത് നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്യൂച്ചർ മ്യൂസിയം ഉൾപ്പെടെ അടച്ചിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അത്തരത്തിൽ ഫ്യൂച്ചർ മ്യൂസിയം തുറക്കില്ല എന്നുള്ളതാണ് പ്രധാനമായി നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ബീച്ചുകളിലൊക്കെ തന്നെയും ആളുകൾ കൂടുതലായിട്ട് ഉള്ള ഒരു അല്ലെങ്കിൽ എത്തുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ബീച്ചുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം വെള്ളം കൂടുതലായി കയറി വരാനുള്ള സാഹചര്യമുണ്ട്, ഉയർന്ന തിരമാലകൾക്കുള്ള സാഹചര്യങ്ങളുണ്ട്. കാലാവസ്ഥ അത്തരത്തിൽ മോശമായി നിൽക്കുന്ന നില കൂടിയാണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആളുകളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതും ഉണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി തന്നെ നൽകിയിരിക്കുന്നത്. ഒപ്പം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് RTA വിവിധങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകുന്നുണ്ട്. അവിടെ ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ വളരെ പതുക്കെ തന്നെ പോകണം. ഒപ്പം തന്നെ ഈ റോഡുകളിലെ തടസ്സങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാൻ. മുന്നിലുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു അകലം കൃത്യമായ രീതിയിൽ പാലിക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ നിർദ്ദേശങ്ങളിലുണ്ട്. അത് പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് അവർക്ക് ഈ RTAയും നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ വേഗം തന്നെ ഈ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി സാധാരണ നിലയിലേക്ക് ജീവിതത്തെ കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ ഉള്ള ശ്രമങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ടാങ്കറുകളിൽ വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ അത് മാറ്റുന്നതിനുള്ള നടപടികൾ വളരെ ത്വരിതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്രമങ്ങൾ വളരെ വേഗം തന്നെ നടക്കുകയും ചെയ്യുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് എടുത്ത് ആവർത്തിച്ച് പറയാനുള്ളത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് കൃത്യമായും ആ നമ്പറുകൾ, പ്രത്യേകമായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. 09999 എന്ന നമ്പറിൽ അടിയന്തര സഹായത്തിന് വിളിക്കാം. 901 എന്ന നമ്പറിലേക്ക് പ്രത്യേകമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കോളുകൾ നടത്താൻ സാധിക്കുമെന്നുള്ള നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെ സഹായ അഭ്യർത്ഥനയ്ക്കുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയുമുണ്ട്. 24 മണിക്കൂറും ഈ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തന സജ്ജമാണ് എന്നതും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നു. ആകാശമൊക്കെ തന്നെ തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് റോഡുകളിലുള്ള ഈ വെള്ളക്കെട്ട് മാത്രമാണ്. അത് പരിഹരിക്കുന്ന ശ്രമങ്ങൾ ത്വരിതഗതിയിൽ നടക്കുകയാണ്. വളരെ വേഗം തന്നെ അതിന് പരിഹാരം കണ്ട് സാധാരണഗതിയിലേക്ക് കാര്യങ്ങളെത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാന്ദിനി, NTV UAE to the world.